ദോഹയിൽ 6 പേരുടെ ജീവനെടുത്ത ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി മുന്നറിയിപ്പ് നൽകിയിരുന്നു. UAE പ്രസിഡന്റും ജോർദാൻ കിരീടാവകാശിയും ഖത്തറിലെത്തി പിന്തുണയും അറിയിച്ചു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും എല്ലാ പിന്തുണയും ഖത്തറിന് അറിയിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ ഇസ്രായേൽ ആവർത്തിച്ച് ലംഘിക്കുന്നുവെന്നും ബെഞ്ചമിൻ നെതന്യാഹുവിന്റേത് അപരിഷ്കൃത നടപടിയാണെന്നുമാണ് അറബ് രാജ്യങ്ങളുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകേണ്ടത് എങ്ങനെയെന്ന് തീരുമാനിക്കാൻ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി ചേരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഖത്തറിന്റെ നിലപാട്. GCC രാജ്യങ്ങൾക്ക് പുറമെ അറബ് ലീഗിലെ അംഗരാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് ഉച്ചകോടി നടക്കുക. ഇസ്രായേൽ ആക്രമണത്തിൽ ഖത്തറിന്റെ ആഭ്യന്തര സുരക്ഷാ ഉദ്യോഗസ്ഥനും 5 ഹമാസ് നേതാക്കളുമാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ സംസ്കാര ചടങ്ങുകൾ ദോഹയിൽ നടന്നു. ഖത്തർ അമീർ അടക്കമുള്ളവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, ദോഹ.